ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മൂന്നാമതായി അറസ്റ്റിലായ സുധീഷ് കുമാർ എല്ലാം ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. ബോർഡ് ഭരണാധികാരികളും ഇടപെട്ടിട്ടുണ്ടെന്നാണ് സുധീഷ് കുമാറിന്റെ മൊഴി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊടിക്കൈയാണ് മുഖ്യമന്ത്രിയുടെ ആനുകൂല്യ പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അവകാശങ്ങൾ നിഷേധിക്കുന്ന ഇടതു സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് സമരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടതു തൊഴിൽ സംഘടനകൾക്ക് മിണ്ടാട്ടമില്ലെന്നുള്ള ആക്ഷേപം യാഥാർത്ഥ്യമാണെന്ന് SCU നേതാക്കൾ പറഞ്ഞു. കാവിക്കൊടിയേന്തിയ ഭാരതാംബയ്ക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തി ഗവർണർ ഇന്നലെ കേരളപ്പിറവി ദിനാഘോഷം രാജ്ഭവനിൽ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ഒരുക്കിയ അരമണിക്കൂർ ദൃശ്യശില്പവും അരങ്ങേറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണെന്ന പരാമർശം വിവാദമാകുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PAM സലാം മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിലാണ് ഈ പ്രയോഗം നടത്തിയത്. നിലവാരമില്ലായ്മയിലേക്ക് കേരള യൂണിവേഴ്സിറ്റിയെ വലിച്ചിഴച്ച രജിസ്ട്രാർ വിഷയം വീണ്ടും സജീവമാകുന്നു. ഇന്നലെ ഇടതുപക്ഷ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് രജിസ്ട്രാർ അനിൽകുമാറിനെ തിരിച്ചെടുക്കുന്നതായുള്ള പ്രമേയം VCയുടെ എതിർപ്പ് മറികടന്ന് പാസാക്കി. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പട്ടികജാതിക്കാർക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 11ാം ക്ലാസ് മുതലുള്ള എല്ലാ കോഴ്സുകൾക്കും ഇത് ലഭ്യമാകും. മാതാപിതാക്കളുടെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപ ആയിരിക്കണം. നടൻ മമ്മൂട്ടി ഇന്നലെ പഴയകാല സൂപ്പർ സ്റ്റാറും മലയാള സിനിമയുടെ കാരണവരുമായ മധുവിനെ കാണാൻ കണ്ണമ്മൂലയുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. 1 മണിക്കൂറോളം മമ്മൂട്ടി മധുവിനൊപ്പം ചെലവഴിച്ചു. നടൻ മധുവിൻ്റെ മകൾ ഉമയും അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസറിൻ്റെ 17ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് വിതുര ഐസർ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നീതി ആയോഗ് അംഗവും മുൻ DRDO ഡയറക്ടർ ജനറലുമായ ഡോക്ടർ വിജയ് കുമാർ സരസ്വത് മുഖ്യാതിഥിയായി. തിരുവനന്തപുരം ഐസർ ഡയറക്ടർ പ്രൊഫസർ SN മൂർത്തി, പ്രൊഫസർ അരവിന്ദ് നാട്ടു, പ്രൊഫസർ മഹേഷ് ഹരിഹരൻ, പ്രൊഫസർ മൂർത്തി ശ്രീനിവാസലു എന്നിവർ സംസാരിച്ചു. 2008 സ്ഥാപിതമായ ഐസർ വിവിധ വിഷയങ്ങളിൽ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസവും ഗവേഷണവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ഈ നവംബർ 5 അന്താരാഷ്ട്ര വനിതാ മത്സ്യത്തൊഴിലാളി ദിനമായി ആചരിക്കും. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും തീരദേശ മഹിളാ വേദിയും വനിതാ ദിനാചരണം നടത്തും. ഇന്ന് ലോകകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനൽ. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.